13 വർഷങ്ങൾക്കിപ്പുറവും ജീവിച്ചിരുന്ന ടി.പിയേക്കാൾ ശക്തനാണ് മരിച്ച ടി.പി എന്ന് ജനം പറയുന്നുണ്ട്. അത് ഒരുപക്ഷേ കെ രമയെ തന്നെ ഉദ്ദേശിച്ചാണ്. തൻ്റെ ഭർത്താവിനെ കൊന്നവരെ ഒരു കാരണവശാലും വിടരുത് എന്നുള്ള നീക്കവുമായിട്ട് രമ മുന്നോട്ട് തന്നെ പോവുകയാണ്. വിചാരണ കോടതി ഉൾപ്പെടെ പഴുതുകൾ അടച്ചുകൊണ്ട് ചില നീക്കങ്ങൾ സർക്കാർ ഉൾപ്പെടെ നടത്തിയപ്പോഴും പ്രതികളെ എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് വിടുവിക്കണമെന്നുള്ള തരത്തിൽ സർക്കാർ പലപ്പോഴുമായിട്ടും അത്തരത്തിലുള്ളൊരു നീക്കവുമായി വന്നപ്പോഴും രമയെന്ന തീക്കനൽ പോരാടുകയാണ്. അത് സുപ്രീം കോടതി വരെ പോയാലും തൻ്റെ ജീവിതം അതിനായി ഒഴിഞ്ഞു വെച്ചിരിക്കുന്നു. ഇപ്പോൾ വീണ്ടും ടി.പി കേസിലെ പ്രതികൾക്കായി ഒരു അസാധാരണ നീക്കവുമായി സർക്കാർ വീണ്ടും എത്തിയിരിക്കുകയാണ്. കാരണം ഇനി അധിക നാളുകളൊന്നുമില്ലല്ലോ ഈ സർക്കാരിന്, 6 മാസം കൂടി ഉള്ളൂ. ഇതിനിടയിൽ തങ്ങളുടെ പ്രിയപ്പെട്ട ഗുണ്ടാ നേതാക്കളെ വിടുവിക്കണമത്രേ. ടി.പി കേസ് പ്രതികളെ വിടുതൽ ചെയ്താൽ ആഭ്യന്തര സുരക്ഷാ പ്രശ്നം ഉണ്ടാകുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഇപ്പോൾ മേധാവി, അതും ജയിൽ മേധാവി ഒരാൾക്കല്ല നിരവധി ജയിൽ സൂപ്രണ്ടുമാർക്ക് കത്തയച്ചിരിക്കുന്നത്. കത്തിൽ പരോൾ എന്നോ വിട്ടയക്കലെന്നോ ഒന്നുമല്ല വ്യക്തമാക്കിയിരിക്കുന്നത്, വിടുതൽ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്തായാലും ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അറിയാതെ ഇത്തരത്തിലൊരു കത്ത് ജയിൽ മേധാവി മറ്റുള്ള സൂപ്രണ്ടുമാർക്ക് അയക്കില്ല. ഇനി വിടുവിക്കാനാണ് എന്നുണ്ടെങ്കിൽ എന്തിനാണ് ജയിൽ സൂപ്രണ്ടുമാർക്ക് ഇത്തരത്തിലൊരു കത്ത് അയച്ചിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ പോലീസുകാരുമായിട്ട്, കേരള പോലീസുമായിട്ടല്ലേ ആരായേണ്ടുന്നത്? കേരള പോലീസിനോടല്ലേ ഇത്തരത്തിലുള്ള സംശയങ്ങൾ ചോദിക്കേണ്ടുന്നത്? ജയിൽ സൂപ്രണ്ടുമാർ ജയിലുള്ള കാര്യങ്ങൾ മാത്രമല്ലേ നോക്കുന്നത്? അവിടെയും ഒരു സംശയം ഉടലെടുത്തിരിക്കുകയാണ്. സുരക്ഷാ ഭീഷണി ഒരുപക്ഷെ കൊടിസുനി അടക്കമുള്ള പ്രതികൾക്കല്ല, വെളിയിൽ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നിരപരാധികളായിട്ടുള്ള ഒരുപക്ഷെ മാധ്യമ പ്രവർത്തകർക്കും കെ രമയ്ക്കും നിരവധി നേതാക്കന്മാർക്കുമായിരിക്കും ഇനി വീണ്ടും വധഭീഷണി ഉയരുന്നത്. അതോ ഇനി അടുത്ത തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അടുത്ത 51 എന്നുള്ളത് 101 വെട്ടാക്കാനുള്ള വല്ല പുതിയ തന്ത്രവുമാണോ എന്നുള്ളതാണ് ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. സെൻട്രൽ ജയിൽ സൂപ്രണ്ടുമാർക്കും വിയൂർ ജയിൽ സൂപ്രണ്ടിനുമാണ് ഇപ്പോൾ കത്തയച്ചിട്ടുള്ളത്. ടി.പി കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചപ്പോൾ കഴിയുന്നവർ എന്നും പരാമർശിച്ചിട്ടുണ്ട്. അതായത് ടി.പി കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്നവർ എന്നും ഈ കത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. പ്രതികൾ നിലവിൽ കഴിയുന്ന സെൻട്രൽ ജയിൽ സൂപ്രണ്ടുമാർക്ക് മാത്രം കത്തയക്കാതെ മുഴുവൻ സെൻട്രൽ ജയിൽ സൂപ്രണ്ടുമാർക്ക് കത്തയച്ചതും ഒരു വിചിത്രമായിട്ട് തന്നെ തോന്നുന്നുണ്ട്. ടി.പി വധക്കേസിലെ പ്രതികളെ 20 വർഷത്തേക്ക് വിട്ടയക്കരുതെന്നാണ് കോടതിയുടെ ഉത്തരവ്. ഇത് നിലനിൽക്കെയാണ് ഇത്തരം ഒരു അസാധാരണമായ നടപടി ഇപ്പോൾ ശ്രദ്ധേയമായിരിക്കുന്നത്. കേസിലെ പ്രതിയായ കൊടിസുനി തവനൂർ സെൻട്രൽ ജയിലും മറ്റുള്ളവർ കണ്ണൂർ, തൃശൂർ എന്നീ സെൻട്രൽ ജയിലുകളിലുമാണ് ഇപ്പോൾ ഉള്ളത്. അതിലെ ഇപ്പോൾ ടി.കെ. രജീഷ് സുഖവാസ ചികിത്സയിൽ കൂടിയാണ് എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കട്ടെ. ആയുർവേദ DMO പറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിന് എന്തോ നട്ടുവിന് വല്ലാത്ത തകരാറാണ്, അതുകൊണ്ട് കുറച്ച് ദിവസത്തേക്കൊന്ന് സുഖ ചികിത്സ ചെയ്തേ പറ്റത്തോളം എന്നുള്ള ഇത്തരത്തിൽ നേരത്തെയും ഇതുപോലുള്ള സുഖ ചികിത്സകൾക്കായി പ്രതികൾ ജയിലിൽ നിന്ന് പുറത്തു പോയിരുന്നു. ഇത്തരത്തിലുള്ള ചില ചികിത്സകൾക്ക് ചില പരോളുകളൊക്കെ അന്നൊക്കെ ഞെട്ടിക്കുന്നതായിരുന്നു. 1000-ലധികം ദിവസങ്ങളിലുള്ള പരോളുകളായിരുന്നു അന്ന് ഒരുപക്ഷെ നമ്മുടെ സർക്കാർ, നമ്മുടെ പിണറായി വിജയൻ സർക്കാർ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അന്ന് കൊടുത്തിരുന്നത്. ഒരുപക്ഷെ ആർക്കും കൊടുക്കാത്ത ചില പരോളുകളൊക്കെയാണ് കൊടിസുനിക്കകം കൊടുത്തിരുന്നത്. 1000, 1068 ദിവസവും 500 ഒക്കെ ദിവസങ്ങൾ. അത് കോവിഡിൻ്റെ സ്പെഷ്യൽ ലീവ്, എമർജൻസി ലീവ്, ഓർഡിനറി ലീവ്, ഇങ്ങനെ നിരവധി ലീവുകളൊക്കെ പരിധി ലംഘിച്ചുമൊക്കെയാണ് അന്ന് ഈ പറയുന്ന പരോൾ നൽകിയിരുന്നത്. അതായത് ജയിലിൽ കിടക്കുന്നത് ചെറിയ സുഖവാസമായിട്ട്, പുറത്തെ ഭക്ഷണത്തിൻ്റെ അരുചികരമായിട്ട് തോന്നുമ്പോൾ ജയിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരുന്ന ചില പ്രതികൾ സ്പെഷ്യൽ പ്രതികളായി മാറിയിരിക്കുകയാണ് കൊടിസുനി അടക്കമുള്ള ടി.പി വധക്കേസുമായി ബന്ധപ്പെട്ട ഈ പ്രതികൾ. അതേസമയം കത്തയച്ചിൽ നിഗൂഢതയുണ്ടെന്നാണ് ഇപ്പോൾ കെ രമ MLA ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. സൂപ്രണ്ടുമാർക്ക് ഈ കത്തയച്ചത് കൊണ്ടൊന്നും ഈ നടപടിയൊന്നും എടുക്കാനാവില്ല എന്ന് അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. കോടതി നടപടിക്ക് മേൽ സർക്കാരിന് ഒരു ചുക്കും ചെയ്യാനില്ലെന്നും MLA പറഞ്ഞു. പക്ഷേ പ്രതികൾക്കൊപ്പമാണ് സർക്കാർ, അവർക്കൊപ്പം തന്നെ എന്ന് നിലനിൽക്കുമെന്ന് രമ പറയുന്നിടത്ത് നമുക്കറിയാം ഇതിനു മുന്നേ ചില പ്രതികളൊക്കെ
കോടതി ഉത്തരവൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് നല്ല നടപ്പൊക്കെ കാണിച്ചുകൊണ്ട് ഇളവുകൾ കിട്ടി അങ്ങനെ പറഞ്ഞയച്ചിട്ടുണ്ട്. ഇപ്പോൾ കൊടി സുനിൽ ഒരു പക്ഷേ ആയുർവേദ സുഖചികിത്സയ്ക്കും പരോളും ഒന്നും കിട്ടാണ്ട് അവിടെ കടന്ന് വിരളി പൂണ്ടിട്ടുണ്ടായിരിക്കാം. ഒരു പക്ഷേ അവർക്ക് എന്താ പറയുക, ഒരു ആശ്വാസകരമായിട്ടായിരിക്കാം ഇങ്ങനെ ഒരു കത്ത്. സ്വാഭാവികമായിട്ട് ജയിൽ സൂപ്രണ്ടിനും ചെല്ലുന്ന കത്തുകളൊക്കെ ഈ പ്രതികളൊക്കെ കാണുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഒന്ന് ആശ്വസിച്ചോട്ടെ, ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട് സഖാക്കളായ ഗുണ്ടകളെ എന്ന് പറയാൻ വേണ്ടിയിട്ടായിരിക്കാം ഈ ഒരു കത്ത്. അല്ലാതെ ഇപ്പോൾ കോടതി വിധിയെ മാനിക്കാതെ ഈ പ്രതികളെ ഒന്നും വിട്ടയക്കാൻ അത്ര പെട്ടെന്നൊന്നും സാധിക്കില്ല. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള കേരളം കണ്ട മനസാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഈ ഒരു കൊലപാതകം നടത്തിയ ഈ പ്രതികളെ അത്ര പെട്ടെന്നൊന്നും സർക്കാരിന് മോചിപ്പിക്കാൻ പറ്റില്ല. എന്നാലും പിണറായി സർക്കാർ പല വിധത്തിൽ അത് കിണഞ്ഞ് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് സാരം. അതാണ് നമ്മൾ കണ്ടത്. കോടതി വരാന്തയിൽ ഒരുപക്ഷെ അന്ന് പോലീസുകാർ നോക്കി നിൽക്കെ മദ്യപിക്കുന്ന കൊടിസുനി അടക്കം എന്തുമാകാമെന്നുള്ളത് മാധ്യമപ്രവർത്തക കൊടിസുനിയോട് ചോദിച്ചാൽ പോലും അവൻ്റെയൊക്കെ ഒരു അഹങ്കാരം ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ഒന്ന് പോടാ എന്ന് പറഞ്ഞ് ഡാഷ് 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 എനിക്കിവിടെ പറയാൻ പറ്റത്തില്ല. അത്രയ്ക്ക് തെറിവിളികളാണ് പലപ്പോഴും കൊടിസുനി അടക്കം നടത്തുന്നത്. അതായത് ഇനിയും ഞങ്ങൾ വന്നാൽ നിന്നെ പോലുള്ളതിനെയൊക്കെ തട്ടുമട, ഞങ്ങൾ കൊല്ലും എന്ന് വെച്ചാൽ മനസാക്ഷിയുടെ ഒരു ഉളുപ്പമില്ലാത്ത പ്രതികൾ, ഗുണ്ട നേതാക്കന്മാർ, ഇവരെ ഇനി പുറത്തു വിട്ടാൽ ഇനിയും പല കൊലപാതക പരമ്പരകളും ഒരുപക്ഷെ നടത്തിപ്പിച്ചെന്ന് വരാം. അതുകൊണ്ട് തന്നെ സുരക്ഷാ ഭീഷണി, ആഭ്യന്തര ഭീഷണി പോലീസ് മേധാവി ഒന്ന് ചിന്തിക്കുക. അവർക്കല്ല വേണ്ടുന്നത്. പുറത്തു വന്നാൽ ചില മാധ്യമ പ്രവർത്തകർക്കും റിപ്പോർട്ടർക്കും അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ചില നേതാക്കന്മാർക്കും അല്ലെങ്കിൽ വിധവയായ ഒരു സ്ത്രീ ഇപ്പോഴും അവർക്കെതിരെ പോരാടുന്നുണ്ട്. അവർക്കുമൊക്കെയാണ് സുരക്ഷ വേണ്ടുന്നത്, സുരക്ഷാ ഭീഷണി ഉള്ളത്. ഒരുപക്ഷെ ഇവരൊക്കെ 20 വർഷമല്ല ആയുഷ്കാലം മൊത്തം ജയിലിൽ കിടന്നാലും സാരമില്ല എന്നുള്ളതായിരിക്കും ഇപ്പം ജനം ചിന്തിക്കുന്നത്. ഏതായാലും ഇവരെയൊക്കെ ഇറക്കാൻ ഇത്രമാത്രം വ്യഗ്രതപ്പെടുന്ന പിണറായി സർക്കാർ 6 മാസം കൊണ്ട് ഇനി ആരെയൊക്കെ ഇറക്കും എന്നുള്ളതും കാത്തിരുന്ന് കാണാം.